ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇതൊരു ലോങ് വീഡിയോ ആണ് കേട്ടോ. നമ്മൾ മൂന്നാർ പോയ വിശേഷങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയിൽ നമ്മളൊരു വാട്ടർഫാൾസ് കണ്ടു. വാട്ടർഫാൾസിലെ വാട്ടർ ഇതുവഴിയാണ് പോകുന്നത്. പിന്നെ റോഡ് അരികിൽ മാങ്ങ കൊടുക്കുന്നത് കണ്ടു. അപ്പോൾ നമ്മൾ മാങ്ങ വാങ്ങിച്ചു. എനിക്കിഷ്ടപ്പെട്ടില്ല. അവിടെ നിന്ന് നമ്മൾ നേരെ പാറക്കാട് നേച്ചർ റിസോർട്ടിലേക്കാണ് പോയത്. അവിടെ നമുക്ക് സ്വീകരണത്തിന് വേണ്ടി മാല തന്നു, പിന്നെ ചന്ദനവും ഇട്ട് തന്നു. അതെല്ലാം ഇട്ട് സ്വീകരിച്ചതിന് ശേഷം കുറച്ച് കഴിഞ്ഞ് നമുക്കൊരു എന്താണ് വെൽക്കം ഡ്രിങ്ക് തന്നു. അതൊരു ഓറഞ്ചിലുള്ള ഗ്രേപ്പ് ജ്യൂസ് ആണെന്ന് തോന്നുന്നു. അതെ, ഫ്രണ്ട് എൻട്രൻസ് ആണ് ഫ്രണ്ട്സ്. ഇത് അവിടെ ഒരു ഗണേശ വിഗ്രഹമുണ്ട്, നല്ലൊരു നിലവിളക്കുണ്ട്, ഒരു കൃഷ്ണന്റെ ഉണ്ട്. ഇത് കണ്ട നല്ല ഭംഗിയാണ് ഫ്രണ്ട്സ്. പിന്നെ ഒരു ആനയുണ്ട്, ആനയുടെ പ്രതിമയാണ് അവിടെ. നല്ല നല്ല ഡിസൈനിങ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട്സ്. ഒത്തിരി ഇഷ്ടപ്പെട്ടു നമുക്ക്. പിന്നെ മുന്നോട്ട് ചെല്ലുമ്പോഴത്തേക്ക് എൻട്രൻസിലാണെങ്കിൽ നല്ല വ്യൂ പോയിന്റ് കിട്ടിലാണ്, പറയാണ്ടിരിക്കാൻ പറ്റില്ല ഫ്രണ്ട്സ്. ഇത് നമ്മൾ ചെന്ന് കയറുന്നത് മൂന്നാമത്തോ നാലാമത്തോ ഫ്ലോറിലാണ് ഫ്രണ്ട്സ്. അത് താഴെ അണ്ടർഗ്രൗണ്ടിലോട്ടാണ് പിന്നെ നമുക്ക് പോകേണ്ടതായിട്ടുള്ളത്. അങ്ങനെ അവിടെ ചെന്ന് വ്യൂ പോയിന്റ് എന്ന് വെച്ചാൽ അടിപൊളിയാണ്. ഫോട്ടോസ് എടുക്കാനൊക്കെ ആണെങ്കിൽ സൂപ്പറാണ് ഫ്രണ്ട്സ്. ഇതുപോലെ ഉണ്ട്. പിന്നെ ഒരു ലവ് ഷേപ്പ് ഉണ്ട്. പിന്നെ ചെന്ന് കയറുമ്പോഴത്തേ പാറക്കാട് ജുവലേഴ്സ് വെച്ചിട്ടുണ്ട്. ഒരു സാധാരണക്കാർക്ക് എപ്പോഴും ഉപയോഗിക്കാവുന്നതാണ് പാറക്കാട് ജുവൽസ്. അപ്പോൾ അതെ, ഇതാണ് അതിന്റെ എൻട്രൻസ്. അവിടെ എന്തൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. ചെസ് ഉണ്ട്, ക്യാരംസ് ഉണ്ട്, പിന്നെ ഫുട്ബോൾ കണക്ക് എന്തോ സംഭവം ഉണ്ട്. ഇവിടെയൊക്കെ നമുക്ക് നല്ലൊരു ഫോട്ടോഷൂട്ട് എടുക്കാൻ പറ്റും. ആ വ്യൂ എന്താന്ന് വെച്ചാൽ മൊത്തം ആണ് ഫ്രണ്ട്സ്. ഈ ലവിലിരുന്ന് ഫോട്ടോസ് എടുക്കാം. പിന്നെ ഒരു എന്തൊക്കെയാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല ഫ്രണ്ട്സ്. അത്രയും സൂപ്പറാണ്. പോയി കണ്ടാൽ മാത്രമേ അത് പറഞ്ഞ് നമുക്ക് പറയാൻ പറ്റൂ. കാണണം പോയി, എന്നാലേ അത് മനസ്സിലാവുള്ളൂ ഫ്രണ്ട്സ്. ഇതൊക്കെ ഉണ്ട്. പാറക്കാടെന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് കണ്ട പൊളിയാണ് ഫ്രണ്ട്സ്. കറക്റ്റാണ്. ഇത് വ്യൂ പോയിന്റ് ആണ്. അവിടെ നിന്ന് ഫോട്ടോസ് എടുക്കാൻ സൂപ്പറാണ് ഫ്രണ്ട്സ്. അപ്പം പറ്റുന്നവർ പോവുക, പാറക്കാടിൽ തന്നെ പോയി റിസോർട്ടിൽ തന്നെ പോവുക. അതിനുശേഷം നമ്മൾ നേരെ റൂമിലേക്ക് പോയി. റൂമെന്ന് വെച്ചാൽ പിന്നെ ഇതിനും വലുതാണ് റൂം. നല്ല ബെഡൊക്കെ നല്ല സൂപ്പറാണ് ഫ്രണ്ട്സ്. ഇതൊക്കെ നല്ല വ്യൂസ് ആണ്. നമ്മൾ ഫോട്ടോസ് എടുക്കാൻ പറ്റുന്ന വ്യൂസ്. മുകളിൽ നിന്ന് താഴോട്ട് എടുക്കുന്ന ഫോട്ടോസ് ആണ്. സ്വിമ്മിംഗ് പൂൾ കാണാൻ പറ്റും. ഇത് കോമൺ പൂളാണ് ഫ്രണ്ട്സ്. ഇത് പ്രൈവറ്റ് പൂളാണ്. കോമൺ ആണ്, എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന പൂളാണിത്. അതാണ് റോഡ്. ഇതുവഴിയാണ് ഇറങ്ങി വരുന്നത്. ഒത്തിരി താഴ്ചയിലോട്ടാണ് ഇറങ്ങുന്നത്. റോഡിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വരണം. ഇത് നമ്മൾ റൂമിലേക്ക് പോകണം. ബെഡ്റൂം കാണാൻ പറ്റും. അവിടെ തന്നെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. ഇതാണ് പാസേജ്. അവിടെ കയറുമ്പോൾ തന്നെ രണ്ട് ഇതുണ്ട്, സോഫ കൊണ്ടുണ്ടാക്കിയ ഈ ബെഡ്. ഇത് തുറന്ന ബാൽക്കണിയാണ് ഫ്രണ്ട്സ്. ഈ ബാൽക്കണിയിൽ നോക്കുമ്പോൾ അടിപൊളി വ്യൂ ആണ്. രാത്രി എടുത്തോണ്ടോ, അതുകൊണ്ട് എപ്പോഴും അടച്ചിടണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബെഡ്റൂമൊക്കെ അടിപൊളിയാണ്. ബെഡ്റൂമില് എല്ലാം ഉണ്ട് ഫ്രണ്ട്സ്. എല്ലാം ഉണ്ട്. നമുക്ക് ടീ കുടിക്കാം. അതിനകത്ത് കോഫി പൗഡർ ഉണ്ടാവും, ടീ പൗഡർ ഉണ്ടാവും, പഞ്ചസാര എല്ലാം ഉണ്ടാവും ഫ്രണ്ട്സ്. ഒക്കെ ഉണ്ടാവും. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ടീ ഉണ്ടാക്കി കുടിക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാത്റൂമൊക്കെ പൊളിയാണെന്ന് വെച്ചാൽ പൊളിയാണ്, അടിപൊളിയാണ്. ഇതാണ് ബാത്റൂം. നല്ല സൂപ്പറാണ്. എന്ത് വൃത്തിയാന്നറിയാവോ ഫ്രണ്ട്സ്. അതുപോലെ ഷവർ അതുപോലെയാണ്. പിന്നെ വാഷ്റൂം ടോയ്ലറ്റ്സ് ഒക്കെ അടിപൊളിയാണ്. ഇത് ഇവിടെ നമുക്ക് വേണ്ടിയിട്ടുള്ളൊരു പ്രൈവറ്റ് പൂളാണിത്. കോമൺ അല്ല. അവിടെ തന്നെ അവിടെ അതിന്റെ മുമ്പ് തന്നെ ഒരു ബാത്റൂം ഉണ്ട് ഫ്രണ്ട്സ്. വേറെ 2 ബാത്റൂം ഉണ്ട്. ഇതാണ് കുളിക്കുന്ന സ്ഥലം. രണ്ട് സ്ഥലത്താണ്, 2 റൂമാണ്. പിന്നെ ഇവിടെ കൈ കഴുകാം. പിന്നെ ടോയ്ലറ്റില് സ്വർണം ഗോൾഡ് കൊണ്ട് പൊതിഞ്ഞ ഒരു ക്ലോസറ്റ്. ഇതൊക്കെ അടിപൊളിയാണ് ഫ്രണ്ട്സ്. ടൈൽസ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പിന്നെ ഇതാണ് നമ്മളെ പ്രൈവറ്റ് പൂളാണ്. നമ്മളെ ബെഡ്റൂമിലുള്ള പൂളാണിത്. കളിച്ച് എടുത്ത് നമുക്ക് വേണ്ടിയിട്ടുള്ള പൂളാണ് ഇത്. നമ്മളെ റൂമിന് വേണ്ടിയിട്ടുള്ള പൂളാണ് ഇതെടുത്തത്. നമ്മൾ അങ്ങനെയാണ് നമ്മുടെ റൂം ബുക്ക് ചെയ്തിരുന്നത്. അത് കഴിഞ്ഞിട്ട് രാത്രിയായി ക്യാമ്പ് ഫയറായി അടിച്ച് തിമിർത്ത് പൊളിച്ച് വാരി അമ്മൂട്ടിയും ഫ്രണ്ട്സും എല്ലാവരും ചേർന്നിട്ട് എന്നിട്ട് അവിടെ തന്നെ ഒരു ഗെയിം ഉണ്ടായിരുന്നു. ഗെയിമിൽ അമ്മൂട്ടി തോറ്റു. അത് കഴിഞ്ഞിട്ട് എന്താ പൂത്തിരി ഉണ്ട്, കമ്പിത്തിരി ഒക്കെ ഉണ്ട്. ഗെയിംസ് ഫണ്ണാണ് ഫ്രണ്ട്സ്. അങ്ങനെ അവിടെ ഊഞ്ഞാലുണ്ട്. അവിടെ ഊഞ്ഞാലാടി. അവള് തോറ്റു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ എങ്ങോട്ടാ പോയത്? ഡിന്നർ കഴിക്കാൻ പോയി. ഫുഡ് അടിക്കാൻ. അപ്പുറം കണ്ടിട്ടൊന്നും ഒരു ഇതും ഇല്ല ഫ്രണ്ട്സ്. അപ്പൊ അടുത്ത പാട്ടായിട്ട് നാളെ വരുന്നതാണ്. അപ്പൊ ഇത്ര